ഹായ്, ശരത്താണ്. നമ്മൾ എപ്പോഴും ഈ ചാനലിൽ കൂടുതലായിട്ട് സംസാരിക്കാറുള്ള ഒരു കാര്യമാണ് സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, അതായത് വോളിയം ഗ്രോത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് നമ്മൾ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് സംസാരിക്കാറ്. ആ ഒരു സമയത്ത് പലർക്കും വരുന്ന ഒരു സംശയമാണ്, നമ്മൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ഇയർ ഓൺ ഇയർ എടുക്കണോ, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ എടുക്കണോ, അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ഒരു ക്വാർട്ടറിലേക്കുള്ള ഗ്രോത്ത് എടുക്കണോ, അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്തുണ്ടായിരുന്നതും ഈ വർഷം ഇപ്പോൾ ഉള്ളതും തമ്മിലുള്ള എടുക്കണം എന്നുള്ള കാര്യം അത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുക ഇയർ ഓൺ ഇയർ ആണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എന്താണ് സംഭവിച്ചത്, അവിടുന്ന് ഈ ഒരു വർഷമായപ്പം കമ്പനിയിൽ എന്ത് മാറ്റമാണ് വന്നതെന്നുള്ള കാര്യമാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അതാണ് അതിന്റെ ഡയറക്റ്റ് ഒറ്റ വാക്കിലുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. നമുക്കത് പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ വർഷം ഇപ്പം നോക്കുക, അത് കമ്പനി ഒരു 50 കോടി രൂപയുടെ അല്ല 50 രൂപയുടെ ബിസിനസ് ചെയ്തു എന്ന് വിചാരിക്കുക, സെയിൽസ് ചെയ്തു. അവിടുന്ന് ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും 50 രൂപ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് അവിടെ വരുന്നില്ല. 50 രൂപ കഴിഞ്ഞ വർഷം സെല് ചെയ്തു, ഈ വർഷം അവർ 50 രൂപയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 0% ആണ്. സെയിം ടൈമിൽ 50 ചെയ്ത ഒരു കമ്പനി ഈ വർഷം ഒരു 55 രൂപയുടെ ബിസിനസ് ചെയ്തു എന്നുണ്ടെങ്കിൽ 5 രൂപ അവർക്ക് എക്സ്ട്രാ ആയിട്ട് വന്നു. ആ 5 രൂപയാണ് അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് 50ന്റെ 10% അവർ ഗ്രോ ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ എക്കണോമിക്സും കൊമേഴ്സ് അല്ലെങ്കിൽ മാത്സ് ഒക്കെ അറിയാവുന്നവർക്ക് ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് വന്നേക്കാം. എന്നാൽ നമുക്കിത് പറഞ്ഞു പോയാലും ഒരു ധാരണ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ ബേസിന്റെ മുകളിൽ എത്ര ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ സെയിൽസ് ഗ്രോത്ത് 0 എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു വർഷം ഒന്നും സെല് ചെയ്തില്ല എന്നുള്ള കാര്യമല്ല. കഴിഞ്ഞ വർഷം സെല് ചെയ്തതിനെ കഴിഞ്ഞു, അല്ലെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ കഴിഞ്ഞു, അല്ല കഴിഞ്ഞ വർഷം സെല് ചെയ്ത വോളിയത്തിനെ കഴിഞ്ഞു, എന്തിനാണെങ്കിലും ആ ബേസിനെ കഴിഞ്ഞും കൂടുതലായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണോ ബേസ് എടുത്തേക്കുന്നത് ആ ബേസിന്റെ മുകളിൽ എത്ര ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ഒരു ക്വാർട്ടറിലേക്ക് എത്ര ഗ്രോ ചെയ്തു, അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നിന്ന് ഇപ്പൊ എന്ത് ഗ്രോത്ത് വന്നു എന്നുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഏതൊക്കെയാണ് ക്വാർട്ടേഴ്സ്, ഇപ്പം ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്ക് ഏതൊക്കെയാണ് ക്വാർട്ടേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ആണ്. Q2 എന്ന് പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. Q3 എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ. Q4 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുള്ള ക്വാർട്ടർ ജനുവരി ഫെബ്രുവരി മാർച്ച്. സോ ഇതാണ് 4 ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഈ ക്വാർട്ടേഴ്സിന്റെ പ്രത്യേകത ഇപ്പൊ ഇന്ത്യയിലെ ഒരു സീസണാലിറ്റി വെച്ചിട്ട് ഈ ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ എടുത്ത് നോക്കിയാൽ ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് സമ്മർ സീസൺ ആണ്. നമുക്ക് കേരളത്തിൽ നിൽക്കുമ്പോഴത്തേന് ജൂൺ എന്ന് പറഞ്ഞാൽ മഴയായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ കേരളത്തിൽ മാത്രമാണ് ആ ഒരു സമയത്ത് മഴ എത്തുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ആദ്യം മഴ എത്തുന്ന ഒരു പ്രദേശങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള റീജിയൻസിൽ നമ്മുടെ ഒരു മെയ് മാസത്തെ ഒരു ക്ലൈമറ്റ് ആണ് അവർക്ക് ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ Q1 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സമ്മർ സീസൺ ആണ്. Q2 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ മഴയുള്ള സമയമായിരിക്കും. അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്നത് മൊത്തത്തിൽ റെയിനി സീസൺ ആയിരിക്കും, അല്ലെ മൺസൂൺ സീസൺ ആയിരിക്കും. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്നത്. ഇനി Q3 നോക്കിയാൽ Q2 ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, അഗ്രികൾച്ചർ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അഗ്രികൾച്ചർ ചെയ്ത ആൾക്കാർക്ക് അവർക്ക് ഹാർവെസ്റ്റ് നടത്തി ഏറ്റവും കൂടുതൽ അവരിൽ ഈ ഹാർവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഈ റൂറൽ ഏരിയയിൽ ക്യാഷ് ഉള്ള ഒരു സമയമായിരിക്കും ഈ പറയുന്ന Q3, അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ മേജർ ഫെസ്റ്റിവൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് Q3 ദീപാവലി ആണെങ്കിലും അല്ലെങ്കിൽ ദുർഗാപൂജ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂ ഇയർ ആണെങ്കിലും അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് എല്ലാം വരുന്നത് Q3 ആണ്. അതേപോലെ വെഡിങ് സീസൺ ഇതെല്ലാം മേജർ ആയിട്ട് നടക്കുന്നത് Q3 അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ Q3 അങ്ങനത്തെ ബിസിനസ്സുകൾക്ക്. പിന്നെ Q4 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, ജനുവരി ഫെബ്രുവരി മാർച്ച് ആണ്. ഈ പറഞ്ഞ Q3 ഉണ്ടാകുന്ന അത്ര ആക്ടിവിറ്റി Q4 ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യയിലെ ഒരു സീസണാലിറ്റി വെച്ചിട്ടുള്ള ക്വാർട്ടേഴ്സിന്റെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം നമ്മുടെ ബേസിക് ആയിട്ട് മനസ്സിലുണ്ടാവണം ഈ ക്വാർട്ടേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ പല ബിസിനസ്സുകളെയും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സെയിൽസ് ഇപ്പം Q3 ഫെസ്റ്റിവൽ സീസണിൽ നടക്കുന്ന സെയിൽസ് ആയിരിക്കത്തില്ല Q2 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ Q2 Q3 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ റീറ്റെയിൽ ബിസിനസ്സിലുള്ള കമ്പനികളെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല Q2 Q3 തമ്മിൽ. കാരണം Q2 മഴയായിരിക്കും, Q3 ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ കല്യാൺ ജുവലേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജുവലറി സ്പേസിലുള്ള ഒരു കമ്പനി എടുത്തു വിചാരിക്കാം. അവരുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ Q3 അതായത് ഇപ്പൊ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സീസൺ, ഡിസംബർ എൻഡ് ചെയ്യുന്ന സീസൺ, ഒക്ടോബർ നവംബർ ഡിസംബർ. അവിടെ വരുന്നത് വെച്ചാൽ മേജറായിട്ട് ഇന്ത്യയിലെ മേജറായിട്ടുള്ള കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ജുവലറി സ്പേസിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സമയമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഫെസ്റ്റിവൽ സീസൺ, പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇയർ എന്ന് പറഞ്ഞ കാര്യം. സോ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ, ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുവലറി കമ്പനികളുടെ ഏറ്റവും ബിസിനസ് നടക്കുന്ന ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ Q3 അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ Q2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യാം. കഴിഞ്ഞ Q3 കഴിഞ്ഞ ഇതേ സമയത്ത് ഇതേ ഫെസ്റ്റിവൽസും ഇതേ കാര്യങ്ങളും കല്യാണങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ഈ കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്തു, അവിടുന്ന് എത്ര ഗ്രോത്ത് വന്നു, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുന്നത്. YOY എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന്, അതായത് എന്നാലും നമുക്ക് ലൈക്ക് ടു ലൈക്ക് കമ്പാരിസൺ ആവുള്ളൂ. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, അവിടെ ഈ ഒരു സെയിം ടൈമിൽ ഈ വർഷം എന്ത് ചെയ്തു, ഇതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. ഈ കമ്പനികളെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്യുക. അതേസമയം സെയിം ടൈമിൽ തന്നെ ഈ ജുവലറി കമ്പനികൾ നോക്കിയാൽ ഇവരുടെ Q3 കഴിഞ്ഞിട്ട് Q4 എടുത്തു കഴിഞ്ഞാൽ Q3 വന്ന ബിസിനസ് ഉണ്ടാവില്ല.
Q4 അതിനെ കഴിഞ്ഞ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കമ്പനികളെല്ലാം മോശമായെന്ന് തോന്നുന്നു ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. Q3 നിന്ന് Q4 കമ്പയർ ചെയ്താൽ കമ്പനികളുടെ എല്ലാം സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞായിട്ട് പ്രോഫിറ്റ് കുറഞ്ഞായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പാരിസൺ ചെയ്യരുതെന്ന് പറയുന്നത്. ഇതിന്റെ അവിടുന്ന് Q4 നിന്ന് Q1 വന്നാൽ Q1 വന്ന മെയിൻ ആയിട്ട് അവരുടെ ബിസിനസ് നടക്കുന്നത് വെച്ചാൽ അക്ഷയ തൃതീയാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ Q4 Q1 കൂടെ കമ്പയർ ചെയ്താൽ Q1 ബിസിനസ് കൂടുതൽ നടക്കുക. അപ്പൊ നമുക്ക് പിന്നെയും കമ്പനി നന്നായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇതിനെ Q1 ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ ഇൻവെന്ററീസ് നോക്കിയാൽ ഈ Q3 തീരുന്ന സമയത്ത് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇവരെയുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ജുവലറി കമ്പനികളിലുള്ള അവരിലുണ്ടാകുന്ന സ്വർണ്ണത്തിന്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. അവരെന്താണോ സെല് ചെയ്യുന്നത്, റീറ്റെയിൽ ആയിട്ടുള്ള കമ്പനിയാണ് അവരെന്താണോ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ അവരുടെ കയ്യിലുള്ള ആ ഇൻവെന്ററി. ഇപ്പോൾ അവർക്ക് Q3 ഏറ്റവും കുറവായിരിക്കും ഇൻവെന്ററി Q3 തീരുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഇവർ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുത്തിട്ടുണ്ടാവും. അത് അവർ ഫെസ്റ്റിവൽ സമയത്ത് തന്നെ സെല് ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ Q1 Q3 തീരുന്ന സമയത്ത് അവരിൽ അധികം ഇൻവെന്ററി ഉണ്ടാവില്ല. സെയിം ടൈമിൽ Q4 എൻഡിൽ നോക്കുക, ജനുവരി ഫെബ്രുവരി മാർച്ചിന്റെ എൻഡിൽ നോക്കിയാൽ ഏപ്രിൽ ആദ്യമായിരിക്കും ഇവർക്ക് ഈ പറയുന്ന പോലെ അക്ഷയ തൃതീയ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഏപ്രിൽ അക്ഷയ തൃതീയക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരിൽ സ്റ്റോക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ Q4 എൻഡിൽ നോക്കുമ്പോൾ ഇവർ ഇൻവെന്ററി കൂടുതലായിരിക്കും, അതായത് സ്റ്റോക്ക് കൂടുതൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് Q3 നിന്ന് Q4 നോക്കുമ്പോഴത്തേന് ഇവർ ഇൻവെന്ററി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതിനകത്ത് ബിസിനസ് മോശമായിട്ട് പെർഫോം ചെയ്തതെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതല്ല, Q1 അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇൻവെന്ററി എടുത്ത് വെച്ചേക്കുന്നത്. അതേസമയം സെയിം ടൈമിൽ Q1 തീരുന്ന സമയത്ത് പറയുന്ന ഇൻവെന്ററി കൂടുതലിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പ്രശ്നം തോന്നിയേക്കാം. കാരണം Q1 അവർ ഇത് സെല് ചെയ്ത് തീർക്കേണ്ടതാണ്, എന്തുകൊണ്ടാണ് ഇൻവെന്ററി കൂടി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെയിൽസ് ഗ്രോത്ത് വന്നിട്ടുണ്ടാവില്ല കമ്പനിയിൽ. അപ്പൊ നമ്മൾ ഇതിനെ ഈ രീതിയിൽ വേണം മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതല്ല ഡയറക്റ്റ് ആയിട്ട് Q1 കമ്പയർ ചെയ്യുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുക ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മൾ ജുവലറി സ്പേസ് അല്ല, ഇപ്പൊ നമ്മൾ AC സെല് ചെയ്യുന്നത്, ഇപ്പൊ PG ഇലക്ട്രോപ്ലാസ്റ്റോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദിത്യ വിഷൻ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ ഈ കമ്പനികളുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സീസൺ എന്ന് പറഞ്ഞാൽ, അതായത് AC, ഫാൻ, അതല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, കൂളർ, ഇങ്ങനത്തെ സാധനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടക്കാന്നുള്ള ഏതാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. സമ്മർ സീസണിലായിരിക്കും, അതായത് Q1. അപ്പൊ ഇവരുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്ന Q1. പിന്നീട് അത് കഴിഞ്ഞ് ഇവരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാ ഫെസ്റ്റിവൽ സീസണിലായിരിക്കും ഇവരുടെ അത് കഴിഞ്ഞിട്ടുള്ള ബിസിനസ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ Q1 കമ്പയർ ചെയ്യാതെ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുക. കഴിഞ്ഞ വർഷം സമ്മറിൽ നിന്ന് ഈ വർഷം സമ്മറായിട്ട് എന്ത് സംഭവിച്ചു, ആ രീതിയിൽ വേണം നമ്മൾ കമ്പാരിസൺ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇയർ ഓൺ ഇയർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ബിസിനസ്സിൽ ടേൺ അറൗണ്ട് വരുന്ന സമയത്താണ് ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മൈക്രോ ഫിനാൻസ് സെക്ടറിനെ പറ്റി സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ പല കമ്പനികളിലും അല്ലെ പല ബിസിനസ്സുകൾക്കും അവർ നോർമലായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നതിൽ നിന്ന് അവരുടെ പെർഫോമൻസ് വീക്ക് ആയി പോകുന്ന സമയത്ത്, ഞാനാണെങ്കിലും ഇവിടെ നമ്മൾ റിസൾട്ടുകൾ സംസാരിക്കുമ്പോൾ എല്ലാം ഹൈ ഗ്രോത്ത് മാത്രമുള്ള കമ്പനികളല്ല. ചില കമ്പനികൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന കമ്പനികൾ അവരുടെ സെയിൽസ് ഗ്രോത്ത് കുറയുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് അവരെ ട്രാക്ക് ചെയ്യാറുണ്ട്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഈ കമ്പനികൾ മോശമായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, ഇപ്പം മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളെയും നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. ഇങ്ങനെ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ പെർഫോമൻസിൽ വ്യത്യാസം വരുന്ന സമയത്ത്, അവർ ഇംപ്രൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ Q3 തൊട്ടിട്ട് ഒരു കമ്പനി മോശമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. Q3 മോശമായി, Q4 അതിലും മോശമായി, Q1 വീണ്ടും മോശമായി, Q2 ഒക്കെ ആകുമ്പോൾ അവർ ചെറുതായിട്ട് റിക്കവറി തുടങ്ങി, Q3 വീണ്ടും അവിടുന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ Q3 കഴിഞ്ഞ വർഷത്തെ Q3 എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെയിൽസ് ഗ്രോത്തിനെ കഴിഞ്ഞ് കുറവായിരിക്കും ഇപ്പോൾ ഉള്ള സെയിൽസ് ഗ്രോത്ത്. പക്ഷേ സെയിം ടൈമിൽ ഈ ഒരു ലാസ്റ്റ് 3 ക്വാർട്ടർ നോക്കിയാൽ Q4, Q1, Q2 നോക്കി അല്ലെങ്കിൽ Q3 ഇങ്ങനെ ഒരു 3-4 ക്വാർട്ടർ നോക്കുമ്പോൾ ഇവർ പയ്യെ അവിടുന്ന് റിക്കവറി ചെയ്ത് വരുന്നതായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് വരും. അത് ടേൺ അറൗണ്ട് ബിസിനസ്സുകളിൽ നമുക്ക് ആ രീതിയിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ സ്ഥലത്തും ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യാതെ നമുക്ക് ഈ ടേൺ അറൗണ്ട് ബിസിനസ് ചില ബിസിനസ്സുകൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആവശ്യമായിട്ട് വരുള്ളൂ. അവിടെ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് കൂടുന്നുണ്ട്, ഇവരുടെ മാർജിൻസ് ഇമ്പ്രൂവ് ആകുന്നുണ്ട്, പ്രോഫിറ്റ് കൂടുന്നുണ്ട്, അവിടെ ഏതാണ് ഇവരുടെ ഡയറക്ഷൻ വരിക എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കൂടുതലായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഈ ടേൺ അറൗണ്ട് ബിസിനസ്സുകളിലായിരിക്കും. അതല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനികൾ നോക്കുമ്പോൾ നമുക്ക് ഈ Q1 നോക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് GNPA നമ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ സ്ലിപ്പേജ് നോക്കുമ്പോഴാണെങ്കിലും ക്രെഡിറ്റ് കോസ്റ്റ് നോക്കുമ്പോഴൊക്കെയാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം പ്രത്യേകിച്ച് അത് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനികൾക്ക് Q1 നോക്കുന്നത് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം വെച്ചാൽ ഇവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇയർ ഓൺ ഇയർ നോക്കുന്നതിനെ കഴിഞ്ഞും ഇവരുടെ ബുക്കുകളിലൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് വരുവാണ്, അല്ലെങ്കിൽ GNPA NNPA ഒക്കെ കൂടുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തിനെ കഴിഞ്ഞും കുറഞ്ഞിട്ടാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 3 ക്വാർട്ടർ നോക്കുമ്പോൾ ഇവർ GNPA ഒക്കെ കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാവുകയും ഇവരുടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ചില ബിസിനസ്സുകളെ മാത്രം സ്പെസിഫിക് ആയിട്ട് വേണം ഈ രീതിയിൽ ഇതിനെ നോക്കാനായിട്ട്. മേജറായിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഇയർ ഓൺ ഇയർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇയർ ഓൺ ഇയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യം മെയിനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇയർ ഓൺ ഇയർ തന്നെ സ്പെസിഫിക് ആയിട്ട് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കൂടുതലായിട്ട് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക.
ഓൾറെഡി കുറേ കമ്പനികളുടെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്, അവരുടെയൊക്കെ വീഡിയോ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട് കൂടുതൽ കമ്പനികളുടെ റിസൾട്ടും ബാക്കി കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.